ഹബീബിന്റെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ള കൊടുത്ത മഹത്വമല്ലത്, അത് നമ്മളാ ഉണ്ടാക്കിയ മഹത്വമല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തെ ഏറ്റവും പുണ്യമായ മണ്ണതാ. ലോകത്തെ ഏറ്റവും പുണ്യമായ മണ്ണ് തുർബത്തുൽ മദീന. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹുജറത്തു ഷരീഫിൽ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മഖബറയുടെ മുകളിലുള്ള മണ്ണാണ് ഏറ്റവും പൂർച്ചയാക്കപ്പെട്ട മണ്ണ്. ആ മണ്ണിന്റെ പവറല്ല, ആ മണ്ണിൽ കിടക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവർ കൊണ്ട് ആ മണ്ണിലേക്ക് പോലും ആ പവർ കിട്ടി. കഴിഞ്ഞില്ല. ലോകത്തെ ഏറ്റവും പൂർച്ചയാക്കപ്പെട്ട വെള്ളമേതാ? ഹൗദുൽ കൗസറാണോ? അല്ല. സംസം വെള്ളമാണോ? അല്ല. ലോകത്തെ ഏറ്റവും പൂർച്ചയാക്കപ്പെട്ട വെള്ളം അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലിന്റെ ഇടയിലൂടെ ഉറവ പൊട്ടി വന്ന മുഅ്ജത്തിന്റെ നീർത്തടമായ വെള്ളമാണ്. അതിന്റെ ശേഷമാണ് ഹൗദുൽ കൗസറും സംസം വെള്ളമൊക്കെ. ഏറ്റവും പൂർച്ചയാക്കപ്പെട്ട ആ കൈയിൽ നിന്ന് ഉറപൊട്ടിയ വെള്ളം. എന്തുകൊണ്ട്? ആ വെള്ളത്തിന്റെ പവർ, ആ കൈയിന്റെ പവർ. ആ കൈ ആരുടെ കൈയാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണ്, ഭൂമിയിലെ ഏറ്റവും പൂർച്ചയാക്കപ്പെട്ട മണ്ണ് പരിശുദ്ധ ഹബീബിന്റെ മഖബറിലുള്ള പരിശുദ്ധമായ ഹുജറത്തു ഷരീഫിലെ മണ്ണാണ്. എന്തുകൊണ്ട്? അവിടെ കിടക്കുന്ന രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു ഹബീബിന്റെ ആശിഖിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ വീഡിയോയും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം, ഷെയർ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.